ഗായ്സ്, നിങ്ങൾ ഫ്രഷ് ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടുന്നവരാണോ? അതും കുറച്ച് സ്വീറ്റ് കൈൻഡ് ഓഫ് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള നല്ല കോംപ്ലിമെന്റ്സ് കിട്ടുന്ന ഫ്രഷ് ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടുന്നവരാണോ, അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവരാണോ? നിങ്ങൾ ഈ വീഡിയോ മസ്റ്റ് ആയിട്ട് ഫുൾ ഇരുന്ന് കാണണം. അപ്പോൾ ഹലോ ഗായ്സ്, എൻ്റെ പേര് ആക്കിഫ് നിസ്താർ ഫ്രം പെർഫ്യൂം എക്സ്പ്ലോറർ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എല്ലാവർക്കും മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ നല്ല ഫ്രഷ് ഫ്രാഗ്രൻസ് ആണ്. റസാസിന്റെ ലേറ്റസ്റ്റ് റിലീസായ ഒരു പെർഫ്യൂമിനെ കുറിച്ചിട്ടാണ്. ലേറ്റസ്റ്റ് എന്ന് പറയുമ്പോൾ 2024 റിലീസായ പെർഫ്യൂം അല്ല, 2023 എനിക്ക് തോന്നുന്നു ലാസ്റ്റ് സമയങ്ങളിലൊക്കെ റിലീസായ ഒരു പെർഫ്യൂമാണ്. നമ്മൾ എക്സ്പ്ലോറിംഗ് ഫ്രാഗ്രൻസസ് ഇൻ ദുബായ് ചെയ്ത സമയത്ത്, അതായത് നമ്മൾ ദുബായിൽ വിസിറ്റ് ചെയ്ത സമയത്ത് നമ്മൾ റസാസിന്റെ ഷോറൂമിൽ എനിക്ക് തോന്നുന്ന ഒരു പാർട്ട് 1 3 പാർട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. ടോട്ടൽ വലിയ വീഡിയോ ആയിരുന്നു. അപ്പൊ അതിൽ ഏതോ ഒരു പാർട്ടിൽ നമ്മൾ ജസ്റ്റ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അന്ന് എനിക്കത് 2 കാരണങ്ങൾ കൊണ്ട് വാങ്ങിക്കാൻ പറ്റിയില്ല. ഒന്ന്, അവിടെ സ്റ്റോക്ക് ഇല്ലായിരുന്നു. രണ്ടാമത്തത് എൻ്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു. അപ്പൊ 2 കാരണങ്ങൾ കൊണ്ടും ഇത് വാങ്ങിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഇന്നത് റിവ്യൂ ചെയ്യാൻ പോകുന്നത് വേറൊന്നുമല്ല, റസാസിന്റെ ഹവാസ് ഐസ് എന്ന് പറഞ്ഞ പെർഫ്യൂമിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് നോക്കാനായിട്ട് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് റസാസിന്റെ ഹവാസ് ഐസ് എന്ന് പറഞ്ഞ ഈ ഒരു പെർഫ്യൂമാണ്. അപ്പോൾ റസാസിന്റെ ഹവാസിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള പെർഫ്യൂമാണ് റസാസിന്റെ ഹവാസിന് മാത്രമുള്ള പെർഫ്യൂം. ഹവാസ് ഐസ് അല്ല, ഹവാസിന് മാത്രമുള്ള പെർഫ്യൂം. അത് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഓൾറെഡി പെർഫ്യൂം ലവേഴ്സ് എല്ലാവർക്കും തന്നെ ഓൾറെഡി മനസ്സിലാവും. അല്ലെങ്കിൽ ഈ പെർഫ്യൂംസ് എല്ലാം ഒരുപാട് കളക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊക്കെ എന്തായാലും മനസ്സിലാവും റസാസിയുടെ ഹവാസിനെ കുറിച്ചിട്ട്. കാരണം റസാസി തന്നെ നമ്പർ 1 അല്ലെങ്കിൽ നമ്പർ 1 എന്ന് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ടോപ്പ് സെല്ലിംഗ് ആയിട്ടുള്ള ഒരു പെർഫ്യൂം തന്നെയാണ് റസാസിന്റെ ഹവാസ് എന്ന് പറയുന്നത്. ഈ ഷുഹറ ഉണ്ട്, അതുപോലെ തന്നെ വേറെ 1-2 പെർഫ്യൂംസ് ഉണ്ട്, ഫത്താൻ ഉണ്ട്, അത്തേഴ്സിൽ 1-2 പെർഫ്യൂം ഉണ്ട്. അതേപോലെ തന്നെ അവർക്ക് വളരെയധികം ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള പെർഫ്യൂമാണ് റസാസിന്റെ ഹവാസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ആക്ച്വലി റിലീസ് ആവുന്നത് 2015 റിലീസ് ചെയ്യുന്നത്. അന്ന് റസാസിയുടെ ഹവാസ് ഫോർ ഹിം ഇറങ്ങി, ഹവാസ് ഫോർ ഹെർ ഇറങ്ങി. രണ്ടും ഒരേപോലെ തന്നെയാണ് റിലീസ് ആയത്. ഒന്ന് ഫ്ലോറൽ നോട്ടാണ്, കംപ്ലീറ്റ് ഒരു ഫ്ലോറൽ ടൈപ്പ് അട്രാക്റ്റീവ് നോട്ടാണ് ലേഡീസിന്റെ. എന്നാൽ റസാസിയുടെ ഹവാസ് എന്ന് പറയുന്നത് ഫോർ ഹിം എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു നല്ലൊരു ഫ്രഷ് നോട്ടാണ്. അക്വാട്ടിക് ടൈപ്പ് അധികം ഫ്രഷ്നെസ് അല്ല, എന്നാലും നല്ല ഫ്രഷ്, നല്ലൊരു ഫ്രൂട്ടി, ചെറുതായിട്ട് ഫ്രൂട്ടി, സ്പൈസി, നല്ല രസമുള്ള നോട്ട് തന്നെയാണ് വന്നിരുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പൊ ലേറ്റസ്റ്റ് റിലീസ് ആയത് റസാസിന്റെ ഹവാസ് ഐസ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് എന്തായാലും ഇത് വാങ്ങിക്കണം എന്ന് തോന്നി. കാരണം ഹവാസ് ഓൾറെഡി ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. എനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടമുള്ള ഫ്രാഗ്രൻസ് ആണ്. അത്യാവശ്യം നല്ല കോംപ്ലിമെന്റ്സ് കിട്ടുന്ന ഫ്രാഗ്രൻസ് കൂടെയാണ് ഹവാസ് എന്ന് പറയുന്നത്. അപ്പോൾ 2015 മുതൽ ഇപ്പൊ 2024 ഓൾമോസ്റ്റ് 9 years ആയിട്ടും ഇപ്പോഴും ആൾക്കാർ ഇത് വാങ്ങിക്കുന്നുണ്ട്, റസാസിന്റെ ഹവാസ് എന്ന് പറഞ്ഞ പെർഫ്യൂം. അപ്പോൾ ഹവാസ് ഐസ് നമ്മൾ ലേറ്റസ്റ്റ് വരുത്തിച്ചാണ്. കാരണം അവിടെ സ്റ്റോക്ക് വന്നപ്പോൾ ഞാൻ എന്തായാലും അയക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നു സെയ്ഫ് ബൈ നമ്മളെ ഹെൽപ്പ് ചെയ്തു. അവിടുത്തെ റസാസിയുടെ ഷോറൂമിലുള്ള സ്റ്റാഫാണ്, അല്ലെങ്കിൽ മാനേജറാന്ന് പറയാൻ വേണമെങ്കിൽ. അപ്പോൾ അദ്ദേഹം നമ്മളെ ഹെൽപ്പ് ചെയ്തു. 175 സംതിങ് ദിർഹംസ് എന്നാണ് വരുന്നത്, അതിന്റെ ടോട്ടൽ എമൗണ്ട് വരുന്നത്. ദിർഹംസ് കൺവേർട്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം കുറച്ച് എമൗണ്ട് വരുന്നുണ്ട്, എന്നാലും വേർത്ത് ആയിട്ടുള്ള പെർഫ്യൂമാണ്. അപ്പോൾ നമുക്ക് അതിന്റെ ഡീറ്റെയിലേക്ക് പോകാം. ഇതാണ് അതിന്റെ ബോക്സ് വരുന്നത്. അതിന്റെ ബോക്സിനൊപ്പം തന്നെ ബോട്ടിലും കാണിച്ചു തരാം. ഇതാണ് അതിന്റെ ബോട്ടിലും വരുന്നത്. ഇത് 100 ml ബോട്ടിലാണ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ ആണ്. ഇതിന്റെ ചെറിയൊരു അൺബോക്സിംഗ് വീഡിയോ നമ്മളുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. കാണാത്തവർ ജസ്റ്റ് പോയി കണ്ടു നോക്കുക. ഇത് തുറന്ന സമയത്ത് ഇതിന്റെ ക്യാപ്പ് ഒന്ന് തെറിച്ചു പോയി, അത് ജസ്റ്റ് നിങ്ങൾ കണ്ടു നോക്കുക. നല്ല രസമുള്ള വീഡിയോ ആണത്. അപ്പോൾ ഇത് നോക്കിക്കുക, നിങ്ങൾ ഓൾറെഡി ഇതിന്റെ ജസ്റ്റ് അടുത്തൊന്ന് കാണിച്ചു തരാം. ഇത് നിങ്ങൾ ഈ പാറ്റേൺ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒരു സ്നേക്കിന്റെ ഒരു പാറ്റേൺ ആണ്. എനിക്ക് ഹവാസിലും അങ്ങനെ തന്നെ വരുന്നത്. ആ പാറ്റേൺ തന്നെ അവർ ഇവിടെയും മെൻഷൻ കാണിക്കുന്നുണ്ട് ചെറുതായിട്ട്. ഡിസൈൻ കണ്ടാൽ മനസ്സിലാവും, ചെറിയൊരു സ്നേക്കിന്റെ പോലത്തെ ഒരു ഡിസൈൻ. അപ്പോൾ നല്ല വെയിറ്റ് ഉള്ള നല്ല രസമുള്ള ക്യാപ്പാണ്. 2 മൾട്ടി കളർ തീം അവർ കൊടുത്തിട്ടുണ്ട്. കളർ തീം യെസ്, ചെറുതായിട്ടൊരു ബ്ലൂയിഷ്, ഒരു പെർപ്പിൾ, അല്ലെങ്കിൽ പെർപ്പിൾ അല്ല, ബ്ലൂ ആണെന്ന് തോന്നുന്നു. ബ്ലൂവും കളർലെസ് കളറും കോമ്പിനേഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല രസമുള്ള ബോട്ടിലാണ്. അത്യാവശ്യം നല്ല വെയിറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്, നമ്മുടെ ഹവാസ് പോലെ തന്നെയാണ്. അപ്പോൾ ഇതിന്റെ ഫ്രാഗ്രൻസ് കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. ഈ പേര് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഹവാസ് ഫോർ ഹിം ഐസ്. ആ ഐസ് എന്നുള്ള പേര് കേൾക്കുന്നതിന് നിങ്ങൾക്ക് മനസ്സിലാവും എന്താ റെപ്രസെന്റ് ചെയ്യാന്നുള്ളത്. ഐസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈസിലി മനസ്സിലാവും അതൊരു കൂളിംഗ്, അല്ലെങ്കിൽ ഒരു തണുത്ത ഒരു ഫ്രാഗ്രൻസ്, അല്ലെങ്കിൽ എന്തെങ്കിലും തണുത്ത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവം തന്നെ ആയിരിക്കും എന്നുള്ളത് മിക്കവർക്കും അറിയാം. അപ്പോൾ അങ്ങനെ തന്നെ അതിന്റെ ഫ്രാഗ്രൻസും വരുന്നത് നല്ല ഫ്രഷ്, നല്ലൊരു എന്താ പറയാ, നല്ലൊരു വാട്ടറി, നല്ലൊരു കൂളിംഗ് എന്ന് ഞാൻ പറയാൻ വേറൊന്നുമല്ല. അതിന്റെ ഫ്രാഗ്രൻസ് അടിക്കുമ്പോൾ നമുക്കൊരു മെൻതോൾ, ഒരു മിന്റ്, അങ്ങനത്തെ ഒരു ഫീൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം. അപ്പൊ ഞാൻ ജസ്റ്റ് കമ്പനി ഇവർക്ക് കൊടുത്ത നോട്ട്സ് പറഞ്ഞുതരാം. അതിന്റെ മുമ്പ് ഞാൻ ഒന്ന് ജസ്റ്റ് സ്പ്രേ ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് നല്ല വെയിറ്റ് ഉള്ള ക്യാപ്പാണ്. ജസ്റ്റ് ഞാൻ സ്പ്രേ ചെയ്യുന്നുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അറ്റോമൈസർ ആണ്. നോക്കിയാൽ മൊത്തം ഏരിയ കവർ ചെയ്യാൻ പറ്റും. അല്ല, മൊത്തം ഏരിയ കവർ ചെയ്യും. ഇത് അടിക്കുമ്പോഴും നമ്മൾ
ഭയങ്കര രസമുള്ള ഫ്രാഗ്രൻസ് ആണ് കേട്ടോ. ഇത് അടിക്കുമ്പോഴും നമ്മൾ ഡിസ്റ്റൻസ് വെച്ച് അടിക്കുക, നല്ലോണം സ്പ്രെഡ് ആയി കിട്ടും. നല്ല രീതിക്ക് അതിന്റെ പ്രൊജക്ഷനും അതുപോലെ തന്നെ അതിന്റെ എല്ലാ സ്ഥലത്തും സ്പ്രെഡ് ചെയ്ത് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ സ്പ്രെഡ് ചെയ്ത് അടിക്കാൻ പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഫ്രാഗ്രൻസ് ജസ്റ്റ് ഇവർ പറഞ്ഞേക്കുന്ന നോട്ട്സും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന നോട്ട്സും ഞാൻ കമ്പയർ ചെയ്ത് പറഞ്ഞുതരാം. അപ്പോൾ റസാസിന്റെ ഹവാസ് ഐസ് റിലീസായത് 2023 അപ്പോൾ ഇതിന്റെ ഫ്രാഗ്രൻസ് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു പറയുന്ന ഫസ്റ്റ് തന്നെ അറോമാറ്റിക് ഫ്രാഗ്രൻസ് എന്ന് പറയുന്നുണ്ട്. ഞാൻ അത് അവിടെ ഞാനത് എന്താ പറയാ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് ഇതിന്റെ മെയിൻ നോട്ട്സ്, അതായത് ഹവാസിൽ എങ്ങനെയാണോ ഉള്ളത് ആ സെയിം ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള നോട്ട്സ് തന്നെയാണ് ഇതിലും വരുന്നത് ഹവാസ് ഐസിലും. കാരണം സ്റ്റാർട്ടിങ് നല്ല സ്വീറ്റ്നെസ്, ഒരു സ്വീറ്റ് ആയിട്ടുള്ള നോട്ട് വരുന്നുണ്ട് ആപ്പിളിന്റെ ഒക്കെ. ആ ചെറിയൊരു ആപ്പിളിന്റെ ഫീല് ഇതിലും വരുന്നുണ്ട് അതിലും വരുന്നുണ്ട്. രണ്ട് ഹവാസ് ഐസിലും സെയിം പോലെ തന്നെ വരുന്നത്. അതേപോലെ തന്നെ ഇവർ പറയുന്നത് ഇറ്റാലിയൻ ലെമൺ, അത് ഇറ്റാലിയൻ ലെമൺ എന്ന് പറയുമ്പോൾ നമ്മൾ സിട്രസ് നോട്ട് ഫീൽ ചെയ്താൽ മതി, ഒരു ലൈം ടച്ച് ഒക്കെ ഫീൽ ചെയ്താൽ മതി. പക്ഷെ ലൈം ടച്ച് ഒന്നും വലുതായിട്ട് ഫീൽ ചെയ്യാൻ പറ്റില്ല. സിട്രസ് നോട്ട് ഫീൽ ചെയ്യാൻ പറ്റും, ബട്ട് ലൈം ആയിട്ടുള്ള ഒരു നോട്ടൊന്നും ഫീൽ ചെയ്യാൻ പറ്റില്ല. ബെർഗമോട്ട് ആ ഒരു ഫീൽ കിട്ടും, സിട്രസ് തന്നെ സെയിം ഫീലാണ് വരുന്നത്. പിന്നെ സ്റ്റാർ അനൈസ് എന്ന് പറഞ്ഞൊരു സ്പൈസ്, വേറെ ഒന്നുമല്ല, നമ്മളുടെ ഒരു സ്റ്റാർ പോലെ ഇരിക്കുന്ന ഒരു ഇതില്ലേ, ഒരു സ്പൈസ് ഉണ്ടല്ലോ, എൻ്റെ പേര് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല, മലയാളത്തിൽ എന്താ പറയുന്നുള്ളത്. ആ സെയിം സംഭവം തന്നെ വരുന്നത്. പിന്നെ നല്ലൊരു സിട്രസി, പിന്നെ ഒരു പറയുന്നുണ്ട് ഒരു ഓറഞ്ചിന്റെ ആ ഒരു സ്വീറ്റ്നെസ് എന്ന് പറയുന്നുണ്ട്, പ്ലമ്മിന്റെ ഒരു ടച്ച് എന്ന് പറയുന്നുണ്ട്. പിന്നെ കാർഡമം സ്പൈസി നോട്ട് വീണ്ടും ഒരു റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, കാർഡമം നോട്ട് ഒരു പറയുന്നുണ്ട്. പിന്നെ മസ്കി നോട്ട്, ഒരു ആംബർ നോട്ട്, ഇതൊക്കെയാണ് അവർ പറയുന്നത്. ഒരു ചെറിയൊരു വുഡി നോട്ടൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ സത്യത്തിൽ എന്തൊക്കെയാണ് ഇതിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെയാണ് ഓൾമോസ്റ്റ്. നമുക്ക് ഈ സ്പൈസി നോട്ട് ചെറുതായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. അതായത് ഈ പറഞ്ഞ പോലെ ആ ഒരു സ്റ്റാർ പോലെ ഇരിക്കുന്ന ആ ഒരു സ്പൈസസിന്റെയും കാർഡമമിന്റെയും ചെറിയ ഫീൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ആപ്പിളിന്റെ ആ സ്വീറ്റ്നെസ് എനിക്ക് പേഴ്സണലി അതല്ലാണ്ട് നല്ലൊരു മെന്തോൾ ഫീൽ കിട്ടി. ഒരു മിന്തിന്റെ ഒക്കെ പോലത്തെ നല്ലൊരു അറിയാം, നിങ്ങൾക്ക് മനസ്സിലാവില്ല പറയുമ്പോൾ തന്നെ ആ മിന്തി ഫ്രാഗ്രൻസ് അല്ലെങ്കിൽ മിന്തി ഫ്ലേവർ എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ഒരു ടച്ച് ഇതിൽ കയറിയിട്ടുണ്ട്. ഭയങ്കര ഒരു എന്താ പറയാ ഫ്രഷ് നോട്ട്, ഭയങ്കര രസമുള്ള ഫ്രഷ് നോട്ടാണ്. ചെറുതായിട്ടൊരു വാട്ടറി ഫീല്, അക്വാട്ടിക് ഫീൽ ചെറുതായിട്ട് കയറിയിട്ടുണ്ട്, വലുതായിട്ടൊന്നും കയറിയിട്ടില്ല. ഭയങ്കര ലൈറ്റ് ആയിട്ട് നമുക്ക് അതും ഫീൽ ചെയ്യാൻ പറ്റും. കാരണം അക്വാട്ടിക് ഫ്രഷ്നെസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും, അതുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം. അപ്പോൾ എനിക്കിത് സ്നിഫ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഒരു ഫ്രഷ്നെസ് ആണെങ്കിൽ പോലും അതിന്റെ കൂടെ തന്നെ ഭയങ്കര സ്വീറ്റ് നോട്ട് വരുന്നുണ്ട്. അതാണ് ഈ ആപ്പിളിന്റെയും പ്ലമ്മിന്റെ ഒക്കെ ആ ഒരു സ്വീറ്റ്നെസ് വരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ചെറിയൊരു ബബിൾ ഗമ്മി നോട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. പേഴ്സണലി കിട്ടുന്ന ഒരു ഫീലിംഗ് ഞാൻ പറയുന്നത്, ഒരു ബബിൾ ഗമ്മിന്റെ ഒക്കെ പോലത്തെ ചെറിയൊരു ആ ഒരു സ്വീറ്റ്നെസ് കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ അപ്ലൈ ചെയ്ത് പോയിട്ട് എനിക്ക് അത്യാവശ്യം ആൾക്കാർ എനിക്കിത് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്, ഇതിന്റെ കോംപ്ലിമെന്റ്സ്. ഞാനിത് ഓൾമോസ്റ്റ് 1 മന്തോളമായി എനിക്ക് എന്റെ കൈ കിട്ടിയിട്ട്. ഞാൻ ട്രൈ ചെയ്യാൻ തുടങ്ങിയിട്ടും ഒരുപാട് ദിവസങ്ങളായി. അപ്പോൾ അത് കണ്ടാൽ മനസ്സിലാവും, ഓൾറെഡി ട്രെയിൻ ഞാൻ തീർത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം എനിക്കത് യൂസ് ചെയ്യണം എന്ന് തോന്നി വീണ്ടും വീണ്ടും. കാരണം ഇത്രയും ദിവസം ചൂടായിരുന്നു, ഇപ്പൊ മഴ പെയ്യുന്നുണ്ട്, പക്ഷെ ഇത്രയും ദിവസം ചൂടായിരുന്ന സമയത്തെല്ലാം നമ്മൾ പുറത്തു പോകുമ്പോഴെല്ലാം ഭയങ്കരമായിട്ട് നമുക്ക് ഇത് അടിച്ചുകൊണ്ട് പോകുമ്പോൾ ഭയങ്കര ഒരു റിലാക്സിങ് ആണ്. കാരണം ഈ ചൂടത്ത് ഇത് അടിച്ചുകൊണ്ട് പോകുമ്പോൾ ഭയങ്കരമായിട്ട് ഇത് സ്പ്രെഡ് ചെയ്യും, ഭയങ്കരമായിട്ട് പ്രൊജക്ട് ചെയ്യും. ആൾക്കാർ ചോദിക്കും. എന്തായാലും ഒരു 6 hours 7 hours 8 hours വരെയൊക്കെ ഇതിന്റെ ലാസ്റ്റിംഗ് ഗ്യാരണ്ടി ആയിട്ട് നമ്മുടെ ഡ്രസ്സിൽ നിൽക്കും. നമ്മുടെ മിക്സ് മെറ്റീരിയലല്ല, കോട്ടൺ പോലത്തെ മെറ്റീരിയലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല സ്പ്രേ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ലാസ്റ്റിംഗ് നിൽക്കും ഒരു 2-3 hours വരെ. ഇതിന്റെ പ്രൊജക്ഷനും അടുത്തൊക്കെ നല്ലോണം സ്പ്രെഡ് ചെയ്യും, മനസ്സിലായോ? അപ്പോൾ ആൾക്കാർ ഇത് കോംപ്ലിമെന്റ്സ് തരും. നിങ്ങൾക്ക് എവിടെയും ഈവനിങ് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും രാവിലെ ഒരു ഫംഗ്ഷന് പോകണമെങ്കിലും അത് പോയിന്റ് ഒരു 1 hour മുമ്പ് കഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഫീൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ഫ്രാഗ്രൻസിന്റെ വീഡിയോ. അപ്പോൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴത്ത് മെസ്സേജ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം നിങ്ങൾക്ക് ഫോളോ ചെയ്ത് അതിൽ മെസ്സേജ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാം പേജിലോ അല്ലെങ്കിൽ കമന്റ് താഴത്തോ എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.